നമസ്കാരം. മനഃപൂർവ്വമെന്ന് തെളിഞ്ഞു. ഷിംജിതയെ പെട്ടിക്കകത്താക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്ത ദീപകിനെ സംബന്ധിച്ച് ചില വാർത്തകൾ പറയാനുണ്ട്. ദീപക് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കാട്ടി പരാതി കൊടുത്തിരുന്നു എന്നാണല്ലോ വടകര സ്വദേശി ഷിംജിത മുസ്തഫ പറഞ്ഞിരുന്നതും അവകാശപ്പെട്ടിരുന്നതും ഇൻസ്റ്റയിൽ സ്റ്റോറി ചെയ്തിരുന്നതും. എന്നാൽ അങ്ങനെ ഒരു പരാതി ഷിംജിത നൽകിയിട്ടില്ല എന്ന് വടകര ഇൻസ്പെക്ടർ വ്യക്തമാക്കി. ഇതോടെ ബസ് യാത്രക്കിടെ ഉണ്ടായ സംഭവം വടകര പോലീസിനെ അറിയിച്ചിരുന്നതായിട്ടുള്ള യുവതിയുടെ അവകാശവാദം പൊളിയുകയാണ്. ദീപകിന്റെ അമ്മയുടെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി യുവതിക്കെതിരെ പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദീപകിന്റെ വീഡിയോ പകർത്തിയ യുവതി കേസിന് പിന്നാലെ ഒളിവിലെന്നാണ് സൂചന. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ കണ്ടെത്താൻ പോലീസ് ഇൻസ്റ്റഗ്രാം വിവരങ്ങൾ ശേഖരിക്കുന്നു. പോലീസ് എഫ്ഐആർ ഇട്ടതോടെ ഷിംജിത മുസ്തഫ തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ ഉത്തരമേഖല ഡിഐജി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റഗ്രാം റീലിലൂടെയുള്ള ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയത്. പ്രസ്തുത സംഭവത്തിൽ ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇവർക്കെതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ യുവതി ഒളിവിൽ പോയെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെട്ടതിൽ മനം നൊന്നാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ദൃശ്യങ്ങൾ വൈറലായതോടെ ദീപക് മാനസികമായി തകർന്നിരുന്നുവെന്ന് സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ എന്നെന്നും അവനോടൊപ്പമാണ്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഇനി സോഷ്യൽ മീഡിയ വാദപ്രതിവാദങ്ങളും കൊലവിളികളും അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ, അതല്ലേ നല്ലത്? ദീപകിന്റെ ചിത്രം ബ്ലർ ചെയ്തിട്ടുണ്ട്. കാരണം ഇര ദീപകാണ്, അവനാണ് വേട്ടക്കാരി ഷിംജിത മുസ്തഫ എന്ന ഈ സ്ത്രീയും.